എനിക്കൊന്നും ആരും സപ്പോർട്ടിനുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് 18-ലാണ്. സമയം രാത്രി 9 മണിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡും. ഈ നേരത്ത് എന്താണോ ഇൻ്റർവ്യൂ, രാത്രിയോ, അതും വീഡിയോ കോള്. സോ അവർക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ, എനിക്കൊരു ഹോപ്പില്ലാതെ പോയി. സോ ഞാൻ ജസ്റ്റ് ഇവിടെ കുവൈത്തിൽ എന്താ പറയുക, പവർ കട്ടൊന്നുമില്ല, പവർ ഫെയിലർ ഒന്നുമില്ല, യു ക്യാൻ പാക്ക് യുവർ ബാഗ്സ്, ജോയിൻ വിത്ത് അസ്. ഇത്രയും എനിക്ക് ഗേൾസിനോട് പറയാനുള്ളത്, സ്വന്തം കാലിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഒട്ടും വിചാരിക്കാത്തൊരു കണ്ടൻറ്റാണ്. വളരെയധികം സന്തോഷമാണ്, എന്നാൽ കുറച്ചൊക്കെ ഇമോഷണലും ആണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എൻ്റെ ചാനൽ കാണുന്നവർ, സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാനിപ്പോൾ ഒരു വർഷമായി കുവൈറ്റിലേക്ക് വന്നിട്ട്. ഒരു ഇൻ്റർനാഷണൽ ക്രൂ ആയിട്ട് ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആയി. സോ ഇന്ന് ഞാൻ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഒന്ന് ഓർത്തായിരുന്നു, ഇന്നാണ് 12-ാം തീയതി ഞാൻ ജോയിൻ ചെയ്ത ഡേ ആണല്ലോ എന്ന്. പക്ഷെ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് ആ ഒരു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. പിന്നെ അതിനെക്കുറിച്ച് ഓർത്തൊന്നുമില്ല. പിന്നെ എൻ്റെ സ്റ്റാറ്റസും ഫേസ്ബുക്ക് സ്റ്റോറീസിലെ നോട്ടിഫിക്കേഷനും വന്നപ്പോഴാണ് പിന്നെ ഓർത്ത്, അയ്യോ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് സെൽഫായിട്ടെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് പോലെ എന്തെങ്കിലും ചെയ്യാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തു. അതിന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ രേഖേനെയും ആഗ്നസിനെയും രണ്ടുപേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഫ്ലൈറ്റ് കഴിഞ്ഞ് നല്ല ക്ഷീണത്തിലാണ്. സോ ഞാനങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങിക്കോട്ടെ. ഞാൻ തന്നെ ഒരു കുട്ടി സെലിബ്രേഷൻ ഞങ്ങളിങ്ങനെ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങനെ പുറത്തൊക്കെ പോവാം എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ അവിടെ സ്കിപ്പായി. സോ എനിവേസ് ഞാനിങ്ങനെ കുഞ്ഞു കപ്പ് കേക്കൊക്കെ വാങ്ങിച്ച് ആ ഒരു കുറച്ച് ടൈം കൊണ്ട് ഇപ്പോൾ ഒരു 1 അവറിൽ അറേഞ്ച് ചെയ്തതാണ് ഇതൊക്കെ. തന്നെയൊക്കെ ഇവിടെ കുറച്ച് ബലൂൺ ഉണ്ടായിരുന്നു, അതൊക്കെ വീർപ്പിച്ച് നിങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു. സോ ഞാനിപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടിയതിൻ്റെ കാര്യം, ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ഞാൻ ക്യാബിൻ ക്രൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. സോ അതിൽ കുറേ കുട്ടികൾ എൻ്റെ കമൻസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ക്യാബിൻ ക്രൂവിനെ കുറിച്ചൊന്ന് പറയുമോ, +2 കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ മിക്ക വീഡിയോസിലാണ് നിങ്ങളോട് പറയുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴും കുറേ കുട്ടികളിങ്ങനെ കുറച്ച് കമൻസ് എനിക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരിങ്ങനെ ആവാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. സോ അവരുടെയൊക്കെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. കാരണം ഞാനും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, എൻ്റെ കല്യാണത്തിന് മുന്നേ, ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ ജോബൊക്കെ റിസൈൻ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വീണ്ടും വരാം എന്നുള്ളൊരു പ്ലാനിങ്സൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫാമിലി പ്ലാനിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെയും ചെറുതായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാമല്ലോ, ആൾ മെർച്ചൻ്റ് നേവിയിലാണ്. സോ ആൾ ഷിപ്പിലായിരിക്കും, ഞാൻ ആകാശത്തും. സോ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആൾ വീണ്ടും ഷിപ്പിലേക്ക് പോയപ്പോൾ ഞാൻ അവിടെ തന്നെ ആയപ്പോൾ എനിക്ക് വീണ്ടും തോന്നി ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കാര്യമില്ല. എപ്പോഴും എനിക്ക് ഗേൾസിനോട് പറയാനുള്ളത്, സ്വന്തം കാലിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നും വേണമെന്നില്ല. കുറേ സ്വത്തുക്കളോ വേറെ കുറേ സ്വർണ്ണോ അങ്ങനെ ഇങ്ങനെ കുറേ പണമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും ഗേൾസിന് അസറ്റ് എന്ന് പറയുന്നത് അവർക്ക് ജോലി തന്നെയാണ്. അത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് കല്യാണത്തിന് ശേഷമാണ്. ഞാനത് ഓപ്പണായിട്ട് പറയുന്നതിൻ്റെ കാര്യം, മിക്കവരും ഹസ്ബൻഡ് അടുത്തുള്ളവർക്കൊക്കെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ ആയിരിക്കും മിക്കവരും
ഒക്കെ ഉണ്ടാവുക. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ലല്ലോ. ഹസ്ബൻഡ് അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് പേഴ്സണലി ഉണ്ടാവും അല്ലേ. അതിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. സോ അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓർത്തിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോവാം. അങ്ങനെ ഞാൻ കുറേ നാൾ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒരു എമിറേറ്റ്സ്, ഖത്തർ, ബ്രിട്ടീഷ് എയർവേസ്, എയർ അറേബ്യൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 5-6 എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ടച്ച് വുഡ്, ഞാൻ കല്യാണത്തിന് മുന്നേ വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും റിജക്റ്റ് ആയിട്ടില്ല. ഞാൻ അഹങ്കാരത്തോടെ പറയുന്നതല്ല, ഒരു ഇൻ്റർവ്യൂ ഞാൻ റിജക്റ്റ് ആയിട്ടില്ല. പക്ഷേ ഞാനൊരു ഇൻ്റർനാഷണൽ എയർലൈൻസിലേക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്താ പറയുക, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെയാണ് ഞാൻ റിജക്റ്റ് ആയിട്ടുള്ളത്. സോ എനിക്കത് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാമല്ലോ. അവർ പറയുന്ന റീസൺ എൻ്റെ ഇവിടുത്തെ ഒരു സ്റ്റിച്ച് മാർക്സ് ആണ്. സ്റ്റിച്ച് മാർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു മാർക്കാണ് പ്രശ്നമായത്. ഒരു എയർലൈൻസിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ മാരീഡായിട്ട് വന്നതിൽ അതും പ്രശ്നമായിരുന്നു. സോ കല്യാണം കഴിഞ്ഞവർക്ക് ഞാൻ പറയുന്ന ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹോപ്പ് വിടരുത്. നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും, പക്ഷേ നമ്മൾക്ക് ആ ഒരു, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും നിങ്ങളിങ്ങനെ അറ്റൻഡ് ചെയ്ത് കിട്ടാതെ വരുമ്പോൾ ആ ഒരു സ്ട്രെസ്സും ആ ഒരു വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും അതിലൂടെ കടന്നു പോയതാണല്ലോ. സോ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ജേണി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് പോയി ഇരിക്കുന്ന ടൈമിൽ ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എയർ അറേബ്യ എന്ന് തോന്നുന്നു. എയർ അറേബ്യയുടെ എല്ലാ റൗണ്ട്സും ക്ലിയറായി, എല്ലാ പേഴ്സണൽ റൗണ്ട്സും എല്ലാം ക്ലിയറായി. ഫൈനൽ റൗണ്ടിൽ അവർ ക്യാമറ, അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. സോ ഇങ്ങനെ ക്യാമറയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ക്യാമറയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പാട് കണ്ടിട്ട് എന്നെ റിജക്റ്റ് ചെയ്തു. സോ ആദ്യത്തെ ഇൻ്റർവ്യൂ അങ്ങനെ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ വേറെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, അടുത്ത് അറ്റൻഡ് ചെയ്യാം. സോ ഖത്തർ ട്രൈ ചെയ്തു. ഖത്തറും സെയിം റീസൺ പറഞ്ഞു, റിജക്റ്റ് ആക്കി. അതിനുശേഷം എമിറേറ്റ്സ് വന്നു. എമിറേറ്റ്സ് വന്നപ്പോഴും പിയേഴ്സിങ്ങും അതുപോലെ സ്റ്റിച്ച് മാർക്കും അലൗഡ് എല്ലാം പറഞ്ഞു. അതിനുശേഷം ബ്രിട്ടീഷ് എയർവേസ് ഹയറിംഗ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഹയറിംഗ് നിങ്ങൾക്കറിയാം, ചെന്നൈയിലാണെങ്കിൽ തമിഴ് അറിയണം, ബാംഗ്ലൂരാണെങ്കിൽ കന്നഡ അറിയണം, കൊച്ചി ഇതുവരെ വന്നിട്ടില്ല, മുംബൈ ആണെങ്കിൽ ഹിന്ദി അറിയണം. അങ്ങനെയാണ് അവരുടെ ക്രൈറ്റീരിയാസൊക്കെ പോകുന്നത്. സോ ഞാൻ ചെന്നൈയിൽ, എനിക്ക് അത്യാവശ്യം തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെന്നൈയിലെ വേക്കൻസിയിലാണ് ഇട്ടായിരുന്നത്. സോ ചെന്നൈയിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ഇതുപോലെ ഇൻ്റർവ്യൂ എല്ലാം ക്ലിയറായി, റൗണ്ട്സ് എല്ലാം ക്ലിയറായി, തമിഴിൽ സംസാരിക്കാൻ പറഞ്ഞു, തമിഴ് റൗണ്ടും ക്ലിയറായി. ഫൈനലി വീണ്ടും ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു. ഗ്രൂമിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക, പക്ഷേ ഈ സ്റ്റിച്ച് മാർക്ക് എനിക്ക് അവിടെയും പ്രശ്നമായിരുന്നു. എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയെന്ന് പറയാമല്ലോ. ഞാനന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഹേർട്ടായ ഒരു ടൈമാണ്. കാരണം ഹസ്ബൻഡ് അടുത്തില്ല, തനിയെ നിൽക്കുന്നു വീട്ടിൽ, വേറെ ഒന്നും ചെയ്യാനില്ല, ആകെപ്പാടൊരു ബോറിങ് ലൈഫായിരുന്നു എനിക്ക്. സോ ഈ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പറയുമ്പോൾ കൂടെ എനിക്ക് സങ്കടം വരുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ എൻ്റെ വിഷമം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റിജക്റ്റ് ആകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വിഷമവും കാര്യങ്ങളും ഉണ്ടാവും. സോ എനിക്കും ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഇൻലോസിൻ്റെ ഫാമിലീസ് ആണെങ്കിലും അവരോടും പറയണമല്ലോ, ഇല്ല റിജക്റ്റ് ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയെന്ന് പറഞ്ഞാലും ഒരു 5-6 എയർലൈൻസ് നമ്മൾ സെയിം റീസൺ റിജക്റ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹോപ്പ്ലെസ് ഫീലാണ്. സോ ഈ ഒരു സ്റ്റിച്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഇത്രയും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഇത്രയെങ്കിലും ആക്കിയത്. കാരണം ആ ഒരു ടൈമിൽ കല്യാണത്തിന് മുന്നേ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു അത്. സോ അതൊക്കെ പോയി. ഞാൻ എൻ്റെ ഇച്ചായനോട് വരെ പറഞ്ഞു, അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭംഗിയൊക്കെ പോയി, താടിയൊന്നുമില്ല, എന്നെ ഇനി നോക്കേണ്ട, വേറെ കല്യാണം ആലോചിച്ച് അങ്ങനെ വരെ പറഞ്ഞ ആളാണ്. സോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുമായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജസീരയുടെ, ഞാൻ എന്നാ ഇട്ടേന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ കേട്ടോ. ഫെബ്രുവരിയിൽ അവരുടെ ഓപ്പണിംഗ് വന്നപ്പോൾ കരിയർ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ അപ്ലൈ ചെയ്തതാണ്.
അപ്ലൈ ചെയ്ത് ഞാൻ സെലക്ട് എന്ന് എനിക്ക് അപ്പം അറിയില്ല. അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷനൊന്നും വന്നില്ല, മെയിലിന് റിപ്ലൈ ഒന്നും വന്നില്ല. അതിനുശേഷം ഫെബ്രുവരിയിലിട്ടു, മാർച്ച് ആയപ്പോഴത്തേനും എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഈ എയർ അറേബ്യയും എമിറേറ്റ്സും ഖത്തറും ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ റിജക്റ്റ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. സോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇനി ഞാനൊന്നും നോക്കുന്നില്ല, എന്തായാലും ഇൻ്റർനാഷണലിൽ ഇനി എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതിപ്പോൾ എത്രാമത്തെ തവണ റിജക്റ്റ് ആവുന്നത്, ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനമായിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് ആഗ്രഹവും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അന്ന് അവിടെ വെച്ച് തന്നെ എനിക്കൊരു മെയിൽ വന്നു, ജസീറയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ മെയിലിന് റിപ്ലൈ അയക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര ഹോപ്പ്ലെസ് ആയിരുന്നു ഞാൻ. സോ ഐ ജസ്റ്റ് റിപ്ലൈഡ് യെസ്, ഓൺലി യെസ്. ഞാൻ അത്രയും കാഷ്വലായിട്ട് അവർക്ക് ഞാൻ റിപ്ലൈ അയച്ചത്. എനിക്കൊരു ഹോപ്പില്ല, വേണമെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ എടുക്കട്ടെ എന്നൊരു മൈൻഡ് സെറ്റായി എനിക്ക്. അവർക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ, എനിക്കൊരു ഹോപ്പില്ലാതെ പോയി. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു യെസ് മാത്രം. കാരണം നമ്മളൊരു ഫോർമൽ മെയിലൊക്കെ അയക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു ഫോർമൽ ടോക്ക് ഒന്നും ഉണ്ടായില്ല. ഐ ജസ്റ്റ് റിപ്ലൈഡ് യെസ്. ആ മെയിലിന് അന്ന് രാത്രി തന്നെ എനിക്ക് അടുത്ത മെയിൽ വന്നു, നാളെ രാത്രി 9 മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിലെ സമയം രാത്രി 9 മണിക്ക് കേട്ടോ. നാട്ടിലെ സമയം രാത്രി 9 മണിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡും. ഈ നേരത്തെ എന്താണോ ഇൻ്റർവ്യൂ, രാത്രിയോ, അതും വീഡിയോ കോള്. സോ എനിക്ക് ആ ഒരു സെയിം ടൈമിൽ ഭയങ്കര കൺഫ്യൂഷനായി, ഇത് ജെനുവിൻ ആയിരിക്കുമോ അല്ലയോ. പിന്നെ ഞാൻ ജസീറ എന്നുള്ള എയർലൈൻസ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇത്രയും എയർലൈൻസിൽ വർക്ക് ചെയ്തിട്ടും ജസീറ ഞാൻ കേട്ടിട്ടില്ല. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എയർപോർട്ടിലുള്ളവരെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു എയർലൈൻസ് ഉണ്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഉണ്ടടാ, നീ അറ്റൻഡ് ചെയ്ത് നോക്ക്, എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, കളയണ്ടാവും പറഞ്ഞു. മമ്മിയാണെങ്കിലും എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. മമ്മി പറഞ്ഞു, നീ എന്തായാലും കൊടുക്ക്, ഇൻ്റർവ്യൂസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തു എന്ന് കരുതി ഇപ്പം ഒന്നും പോകാനില്ലല്ലോ, അറ്റൻഡ് ചെയ്യും, നീ നിൻ്റെ ട്രൈ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് മമ്മി ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ. ദെൻ ഞാൻ ഇങ്ങനെ കുറേ ആലോചിച്ചു, ശരി ഫൈനലായിട്ട് എന്നാൽ ഇത് കൊടുക്കാം എന്നോർത്ത്. അന്ന് തന്നെ എൻ്റെ മോമിനിലോ അത് വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ആളെ ഹോസ്പിറ്റലിൽ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരുന്നു ഞാൻ. സോ ആളെ എന്നെ വിളിച്ചിട്ട് ഞാൻ അന്ന് എൻ്റെ വീട് കോതമംഗലത്തേക്ക് എന്നെ കെട്ടിച്ചേക്കുന്നു. സോ കോതമംഗലം പോയി. അവിടെ രാത്രി ഇടിയും മഴയും കറണ്ടില്ല, ആകെ പ്രശ്നം. സോ ഞാനോർത്തു, ദൈവമേ ഇന്ന് പോകണ്ടായിരുന്നു, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വന്നത്. അപ്പം ഇനിയിപ്പോൾ രണ്ടും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ജോലിയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ അമ്മയുടെ കാര്യവും അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈമിൽ ആൾക്ക് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്. സോ ഞാൻ ആകെ ആ ഒരു സമയം കൊണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ കറണ്ടൊന്നും വന്നില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ പോകാം, അവിടെ ഇൻവേർട്ടറൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, ഞാൻ എന്തായാലും റെഡി ആവാം, നമുക്ക് നോക്കാം, കറണ്ട് വരുമോ നോക്കാം, കറണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോതമംഗലം വന്നിട്ടുള്ള സിനാരിയോ ആണ് കേട്ടോ അത്. സോ ഞാൻ അങ്ങനെ നൈറ്റ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു. ഞാൻ റെഡിയായി. ഇൻ്റർവ്യൂ എടുക്കാൻ ആൾ വന്നു, 2 പേരുണ്ടായിരുന്നു. ഇവിടുത്തെ VP HR ആണ് എന്നെ ഇൻ്റർവ്യൂ എടുത്തത്. അവർ ഭയങ്കര എന്താ പറയുക, ഞാൻ അത്രയും വിഷമിച്ചിരുന്നാണ് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ്. പക്ഷെ ഞാൻ എൻ്റെ ഫേസിലോട്ട് അത് എക്സ്പ്രസ് ചെയ്തില്ല. ലൈക്ക് ഭയങ്കര ചിരിയും അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഭയങ്കര ടെൻഷനാണ്. ഇപ്പം ഈ ഒരു കാര്യം പറയും, ഇപ്പം ചിലപ്പോൾ റിജക്റ്റ് ആവും, ഇങ്ങനെ ആ ഒരു ഇത്രയും ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ പേഴ്സണലായിട്ട് മാരീഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഇൻലോസിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ മേം ഭയങ്കര സ്വീറ്റായിരുന്നു ആ ടൈമിൽ. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഇൻലോസൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് സപ്പോർട്ടാണോ ഇങ്ങനെ ഒരു ജോബിൽ, ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ, ഹസ്ബൻഡ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. പിന്നെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ തന്നെ ഞാനും റെസ്പോണ്ട് ചെയ്തു. സോ ദേ വർ സോ ഹാപ്പി ആക്ച്വലി. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്, ഓൾമോസ്റ്റ് 40 to 45 കിലോമീറ്റേഴ്സ് ഉണ്ട് ഡിസ്റ്റൻസ്. സോ അത്രയും ദൂരം വന്ന് ഇവിടെയാണ് ഈ കറണ്ടും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഇരുന്നാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഒരു ടൈം ആയപ്പോഴേക്കും എങ്ങനെയോ എന്തോ ഭാഗ്യം കൊണ്ട് കറണ്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. സോ ദേ വർ സോ ഇംപ്രസ്ഡ്. ദേ വർ ലൈക്ക്, ഓക്കെ ഐശ്വര്യ, ഇവിടെ കുവൈത്തിൽ എന്താ പറയുക, പവർ കട്ടൊന്നുമില്ല, പവർ ഫെയിലറൊന്നുമില്ല, യു ക്യാൻ പാക്ക് യുവർ ബാഗ്സ്, ജോയിൻ വിത്ത് അസ്. ഇത്രയേ പറഞ്ഞുള്ളൂ മാം. എനിക്ക് പിന്നെ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക്
എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ആ സമയത്ത് എല്ലാ ഹോപ്പും പോയി 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 എന്നുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു. എന്നാലും മമ്മി പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ ഫൈനലായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഒരു ഭാഗ്യം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞത് ഏതൊക്കെ വഴിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ പിമ്പിൾസ് ഉണ്ടെന്ന് പറയുന്നതിലോ സ്റ്റിച്ച് മാർക്ക് ഉണ്ടെന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ എന്താ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നതിലോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഗിവ് എ ട്രൈ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾക്ക് തലയിലൊരു വരയുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് ചേരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ആ ഒരു ആ ഒരു ആ ഒരു എന്താ പറയുക, എൻ്റെ അത്രയും ദിവസത്തെ ആ ഒരു ടെൻഷനും സങ്കടവും എല്ലാം ഓർക്കും, സങ്കടവും സന്തോഷം എല്ലാം വന്നൊരു ദിവസമാണ് ഇതാ ഇന്ന്. ഒരു വർഷം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. സോ ഞാൻ ഇപ്പം ഇത്രയും വലിച്ചു നീട്ടിയതിൽ കാരണം ഇത് എങ്ങനെ ഷോർട്ടായിട്ട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ കോവിഡ് ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ കോൺഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ വന്നിട്ടാണെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹൈറ്റും വെയിറ്റും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല, വേറെ ഒരു പ്രശ്നമില്ല. എനിക്ക് ആകെ ഒരു ടെൻഷൻ ഈ ഒരു കുഞ്ഞും മാർക്കാണ്. സോ ഇവിടെ എല്ലാവരും നല്ല കൂളാണ്, നല്ല സപ്പോർട്ടീവാണ്, നമ്മുടെ കരിയർ ഗ്രോത്തിന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമാണ് ഈ ഒരു എയർലൈൻസ്. സോ അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ. ടച്ച് വുഡ് ഇതുവരെ ഒരു പ്രശ്നമില്ല. സോ എനിക്ക് ഇത്രയും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇനി ആരും നിങ്ങൾക്കുള്ള കുറവുകൾ ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ഇനി ഇതുപോലെ കുറേ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു 1 ഇയർ കംപ്ലീഷൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. ഒരു 1 ഇയർ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു ജേണി എൻ്റെ ഇറ്റ് വാസ് റിയലി ഹാർഡ്. അതെങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്നതും ഫിനാൻഷ്യലി ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് എനിക്ക് ആ ഒരു ജോയിനിങ്ങിൻ്റെ ടൈമിൽ എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിലയിൽ ഇവിടെ വരെ എനിക്ക് എത്താൻ പറ്റിയത്. സോ ഗേൾസ്, എനിക്കൊന്നും ആരും സപ്പോർട്ടിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് 18-ലാണ്. സോ ആ ഒരു ടൈം മുതൽ ഇപ്പം 26-ലേക്ക് പോകുന്നു ഞാൻ. ഈ ഒരു ടൈം വരെ ഞാൻ ഈ വിഷനിൽ തന്നെയാണ്, ഈ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. സോ ഒരു ഈ സ്റ്റെപ്പ് പറഞ്ഞു തരാൻ പോലും എനിക്കൊരു എൽഡർ ബ്രദറോ എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ കസിൻസോ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതും ജോലി നോക്കിയതും ഓരോ ഗ്രൗണ്ട് സ്റ്റാഫായി വർക്ക് ചെയ്തതും ഓരോന്നാ കഴിഞ്ഞ് ഇപ്പം ദാ ഈ ഒരു നിലയിൽ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. സോ നിങ്ങൾക്കും ഗേൾസ് ആൻഡ് ബോയ്സ് നിങ്ങൾക്ക് രണ്ടു കൂട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങൾക്ക് ശ്രമിക്കുക, പരിശ്രമിക്കുവിൻ എന്തിനേയും വിജയിച്ചിടും അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. സോ അത് സത്യമാണ്. എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ അത്രയും ഒരു ആഗ്രഹത്തോടെ നിങ്ങൾ പരിശ്രമിക്കുന്നത് എന്താണേലും നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിച്ചേരും കേട്ടോ. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.